ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിലറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തലേദിവസം പൗലോസ് വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് അലീന ചോദിച്ചിരുന്നു. പക്ഷെ പൗലോസ് അതൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിലെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി അലീന വല്യപ്പച്ചനെയും കൂട്ടിയിട്ട് പൗലോസിനോട് സംസാരിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയില്ല എന്ന മട്ടിലാണ് പൗലോസ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ശരി, വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചോ എന്ന് അലീന പറയുന്നുണ്ട് പൗലോസിനോട്. ഔദക്കുട്ടിയും അലീനയുടെ പക്ഷത്ത് തന്നെയാണ്. കാരണം ശരി എവിടെയാണെന്ന് ഔദക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഡ്രൈവർ ബൈജുവും പൗലോസും ആൻഡപ്പനും എല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പൗലോസ് ആ സമയത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി പോവുകയാണ്. വണ്ടിയിൽ അലീനയും ഔദക്കുട്ടിയും പൗലോസും ബൈജുവും കൂടെയാണ് പോകുന്നത്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഈ വീടിന്റെ ഗേറ്റ് കടക്കുന്നവരെ നിങ്ങൾക്ക് സമയമുണ്ട്, അവിടെ ചെന്നിട്ട് നാണം കെടണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സത്യം പറഞ്ഞോളൂ എന്ന് ഔദക്കുട്ടി ആ നേരത്ത് പറയുന്നുണ്ട്. ഇനി ചോദിക്കാനും പറയാനൊന്നുമില്ല, നമുക്കിനി കടയിൽ ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അങ്ങനെ കടയുടെ അടുത്തെത്തി റോഡിന്റെ ഒരു സൈഡിലായിട്ടാണ് അവർ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റാരും ഇറങ്ങാതെ അലീന മാത്രം ഇറങ്ങി കടയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഔദക്കുട്ടി ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന്. അലീന അപ്പോൾ പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, എന്താണ് സംഭവം എന്ന്, എന്നിട്ട് ഞാൻ വല്യപ്പച്ചനെ വിളിക്കാം. അതും പറഞ്ഞ് ആദ്യം അലീന കടയിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് തലേ ദിവസം വാങ്ങിച്ച സാധനങ്ങളുടെ അതേ ലിസ്റ്റ് കടക്കാരന് കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോളൂ എന്ന് പറയാണ്. ആ സമയത്ത് അലീന കടക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ന്യായവിലയ്ക്ക് തന്നെയാണോ സാധനങ്ങൾ കൊടുക്കുന്നത്? കടക്കാരൻ ആ സമയത്ത് പറയുന്നുണ്ട്, ന്യായവിലയുമാണ്, കൂടാതെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന്. അലീന അപ്പോൾ പറയുന്നുണ്ട്, അല്ല എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിലെ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നത്, അപ്പം നല്ലതാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. കടക്കാരൻ അപ്പം മോളെ എവിടെ നിന്നാണ്, ഇതിന് മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, ഇവിടെ സ്റ്റാൻലിയുടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. കടക്കാരൻ ആ സമയത്ത് ആ സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഈ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ലിസ്റ്റ് ഇട്ട് ഓരോ സാധനത്തിൻ്റെയും വിലയും കൂട്ടി എഴുതി നോക്കുമ്പം ഒരു 800 സംതിങ് ആയിട്ടുള്ളൂ മൊത്തത്തിലുള്ള സാധനങ്ങളുടെ വില. സാധനങ്ങളെല്ലാം എടുത്തു വെച്ച ശേഷം അലീന കടക്കാരനോട് പറയുന്നുണ്ട്, ഇത് എടുക്കാനുള്ള സഞ്ചി വണ്ടിയിലാണ്, ഞാൻ അത് എടുത്തിട്ട് വരാമെന്ന്. അതിനുശേഷം അലീന നേരെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് വല്യപ്പച്ചനോടും ബൈജുനോടും പറയുന്നുണ്ട്, ഇന്ന് മേടിച്ച സാധനങ്ങളുടെയും ഇന്നലെ മേടിച്ച സാധനങ്ങളുടെയും പറ്റ് ബുക്കിൽ എഴുതിയിട്ടില്ല, അതൊന്ന് പോയി എഴുതിയിട്ട് വരൂ എന്ന്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ബൈജുവും ഔദക്കുട്ടിയും കൂടെ കടയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പൗലോസിനോട് അലീന ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ, സാധനങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ എല്ലാത്തിൻ്റെയും വില കൃത്യമായി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് കടക്കാരനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പൗലോസേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പറയാണ്. പൗലോസിന് ഇറങ്ങാൻ മടിയുണ്ട്, കാരണം ഈ കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്കല്ലോ, ഇനി എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ട് അലീന നിർബന്ധിച്ച് പൗലോസിനെ ഇറക്കി കടയിലേക്ക് പോകാന്ന്. അപ്പോഴേക്കും ഔദക്കുട്ടി കടയിൽ നിന്ന് പറ്റ് ബുക്കിൽ കാര്യങ്ങളെല്ലാം എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. അലീന അവിടെ എത്തുന്ന സമയത്ത് ഔദക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് കണ്ണ് കാണുന്നില്ല, നീ ഇതൊന്ന് നോക്കി വായിച്ചേന്ന്. അങ്ങനെ അലീന അതെല്ലാം വായിക്കുന്നുണ്ട്. വായിച്ചതിന് ശേഷം അലീനയുടെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റും അതുപോലെ തന്നെ പൗലോസിന്റെ കയ്യിലുള്ള പറ്റ് ബുക്കിലെ ലിസ്റ്റിലെ കാര്യങ്ങളുമെല്ലാം തമ്മിൽ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ലിസ്റ്റ് എല്ലാം നോക്കിയിട്ട് അലീന പറയുന്നുണ്ട്, സാധനങ്ങൾക്കെല്ലാം തന്നെ 10ഉം 15ഉം കിലോയിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് അലീന ചോദിക്കുമ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, മൊത്തം പൈസ തന്നിട്ടല്ലല്ലോ സാധനങ്ങൾ വാങ്ങുന്നത്, പറ്റിനെഴുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ശകലമൊക്കെ കൂട്ടി എന്തായാലും എഴുതിയിരിക്കും, പക്ഷെ ഇതൊക്കെ തീവണ്ടി കൊള്ളയല്ലേ, ഇതൊക്കെ മോഷണം പോലെയല്ലേ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കടക്കാരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഞാനിവിടെ ആർക്കും പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് സാധനം മേടിച്ചാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നും ഇല്ല എന്ന്. ആ സമയത്ത് വല്യപ്പച്ചന് ദേഷ്യം വരുന്നുണ്ട്. വല്യപ്പച്ചൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ വലിയ ആള് കളിച്ചാൽ നിന്റെ കടയും സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ കുളത്തൂർ പുഴയിലേക്ക് എറിയും, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ സ്റ്റാൻലിയുടെ അപ്പച്ചനാ, അതിനുള്ള ഒരു ശക്തി എനിക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ കടക്കാരൻ ഇതാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയെ കണ്ടിട്ട്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇതെന്റെ കൊച്ചുമോള്, അതായത് സ്റ്റാൻലിയുടെ മകൾ. വല്യപ്പച്ചനും അലീനയൊക്കെ കടക്കാരനോട് പറയുന്നുണ്ട്, നിന്റെ തീവണ്ടിക്കൊള്ള നിർത്താൻ എനിക്ക് ഈ നിമിഷം പറ്റും, ഇതൊക്കെ സ്റ്റാൻലിയോട് പറഞ്ഞാലും അതുപോലെ തന്നെ പോലീസിൽ പറഞ്ഞാലും നിന്റെ കച്ചവടം എന്താണെന്നുള്ളത് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കടക്കാരനെ അവരൊന്ന് വരട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മേടിച്ച സാധനങ്ങളുടെ കിലോയിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് തൂക്കി നോക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം കടക്കാരൻ പറയുന്നുണ്ട്, ഞാൻ അരി 40 കിലോ ഇവിടുന്ന് കൊടുത്തു വിട്ടതാണ്, ഇനി അതിൽ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരോ ജോലിക്കാരോ അടിച്ചു മാറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കും എന്നൊക്കെ. ഇത് കേട്ടിട്ട് വല്യപ്പച്ചന് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ നീ എത്ര കാലം ഇവിടെ കച്ചവടം നടത്തി ജീവിക്കുമെന്ന് പറഞ്ഞ് അലീനയും വല്യപ്പച്ചനും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെല്ലാം എത്തി പൗലോസ് വണ്ടി
വണ്ടി നിർത്തിയ ഉടനെ അതിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ്. പൗലോസേട്ടൻ പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അലീന പറഞ്ഞിട്ട് പൗലോസിനെ അവിടെ നിർത്തുന്നുണ്ട്. ബൈജുവും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുന്നൊന്നുമില്ല. ആ സമയത്ത് അലീന ബൈജുവിനോട് പറയുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? ഇല്ല എന്ന് പറയുന്ന സമയത്ത്, എന്നാൽ താൻ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അലീന പറയുന്നു. അങ്ങനെ രണ്ടാളെയും പിടിച്ചു നിർത്തിയിട്ട് അലീന ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നതിനൊന്നും പൗലോസ് ഒരു ഉത്തരം പോലും പറയുന്നില്ല, തന്നെ കുനിച്ച് നിൽക്കുക എന്നല്ലാതെ. അതുകൊണ്ട് അലീന ബൈജുവിനോട് പറയുന്നുണ്ട്, എന്നാൽ ബൈജു പറ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇതെല്ലാം പോയി പപ്പയുടെ നേരെ പറഞ്ഞോളാം. പപ്പ പറഞ്ഞ എന്താ ഉണ്ടാവാൻ പോകുക എന്നറിയാലോ എന്ന് പറയുന്ന സമയത്ത് ബൈജു പറയുന്നുണ്ട്, ശരിയാണ്, ഞങ്ങൾ ചെറിയ ചെറിയ കൃത്രിമങ്ങളൊക്കെ ഇതുപോലെ നടത്താറുണ്ട്. അതിൽ കിട്ടുന്ന വീതം മാസാവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ വീതിച്ചെടുക്കാറാണ് പതിവ്. കിട്ടുന്ന ഭാഗം ഞങ്ങൾ 4 ആയിട്ടാണ് വീതിക്കാറ്. കടക്കാരനും പൗലോസിനും വിനോദിനും ബൈജുവിനും കൂടെ 4 ആയിട്ടാണ് വീതിക്കുന്നത്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അപ്പൊ ആൻഡപ്പൻ ചേട്ടനൊന്നും വേണ്ടേ? ആൻഡപ്പൻ ചേട്ടന് കാശല്ല, ഞങ്ങൾ ഒരു പൈൻ്റാണ് വാങ്ങിക്കൊടുക്കാടെന്ന് ബൈജു പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് അലീന ചോദിക്കുന്ന സമയത്ത് ബൈജു പറയുന്നുണ്ട്, ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാനാണ് ആൻഡപ്പൻ ചേട്ടൻ ഞങ്ങളൊരു പൈൻ്റ് വാങ്ങിക്കൊടുക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് പൗലോസിനോട് അലീന പറയുന്നുണ്ട്, പൗലോസിന് എങ്ങനെ ഈ ചതിയല്ല എൻ്റെ പപ്പയോട് ചെയ്യാൻ കഴിയുന്നത്? പൗലോസിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടല്ലേ മകളായ എന്നെ പോലും മാറ്റി നിർത്തിയിട്ട് പപ്പ പൗലോസിന്റെ കൂടെ നിന്നത്. എന്നിട്ടാണല്ലോ നിങ്ങൾ ഇതുപോലൊരു നന്ദികേട് പപ്പയോട് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈജുവിനോടും പറയുന്നുണ്ട്, ഇതെല്ലാം പപ്പ അറിഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സമയത്ത് ബൈജു പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കും, അതുകൊണ്ട് മോൾ ഇതൊന്നും ചെന്നിട്ട് കേണൽ സാബിനോട് പറയരുത്, ഇതുപോലൊരു ചതി ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. ഇതൊക്കെ പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം, ഇനി മേലാൽ ഇതുപോലൊരു കാര്യം ആവർത്തിക്കരുതെന്നൊക്കെ അവരോട് അലീന പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ മേടിക്കുന്ന റമ്മ് മേടിച്ചിട്ട് അലീന ആൻഡപ്പൻ ചേട്ടനും കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. വല്യപ്പച്ചനോടും അലീന പറയുന്നുണ്ട്, ഇതിന്റെ ചൂടും നാറുന്നതിന് മുമ്പ് നമുക്ക് പോയി ആൻഡപ്പൻ ചേട്ടനോടൊന്നും സംസാരിക്കണ്ടേ? അങ്ങനെ അവർ നേരെ അകത്തെത്തുന്നുണ്ട്. എത്തുന്ന സമയത്ത് ആൻഡപ്പൻ ഇങ്ങനെ ചെറിയ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അലീന എന്നിട്ട് നേരെ ആൻഡപ്പന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്തിനാ കുഞ്ഞ് കണ്ണടയ്ക്കുന്നതെന്ന് ആൻഡപ്പൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൻഡപ്പൻ ചേട്ടൻ കണ്ണടയ്ക്കാറില്ല പതിവ്, അതുപോലെ ഒന്ന് കണ്ണടച്ചെന്ന് പറയുന്നുണ്ട്. ആൻഡപ്പൻ ടെൻഷനോട് കണ്ണടച്ച് നിന്ന സമയത്ത് അലീന കയ്യിലേക്ക് പൈൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അയ്യോ മോളെ, എനിക്കിതൊന്നും വേണ്ട എന്ന് ആൻഡപ്പൻ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൗലോസും ബൈജുവും ഒക്കെ ആൻഡപ്പൻ ചേട്ടൻ ഇത് വാങ്ങി തരാറില്ലേ, അതിൽ മുടക്ക വരണ്ട എന്നോർത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് അലീന പറയുന്നുണ്ട്. അലീന ഇത് പറഞ്ഞതോടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആൻഡപ്പന് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് ആൻഡപ്പൻ പറയുന്നുണ്ട്, മോളെ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അവരെന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഒരിക്കലും മനസ്സുണ്ടായിട്ട് ചെയ്തൊരു കാര്യമല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കുകയാണ്, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ആൻഡപ്പൻ ചേട്ടൻ്റെ ഒരു വിശദീകരണവും കേൾക്കാൻ താല്പര്യമില്ല. എങ്ങനെയാണ് ഇതുപോലുള്ള ചതികൾ എൻ്റെ പപ്പയോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? പപ്പ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും ആൻഡപ്പൻ ചേട്ടൻ എൻ്റെ പപ്പയുടെ വലം കൈ അല്ലായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനൊരു വിശ്വാസവഞ്ചന എൻ്റെ പപ്പയോട് ആൻഡപ്പൻ ചേട്ടൻ കാണിച്ചത്. ഇതെല്ലാം പപ്പ അറിഞ്ഞ് എത്രത്തോളം വിഷമിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയൂ? ആ സമയത്ത് ആൻഡപ്പൻ പറയുന്നുണ്ട്, മോളെ, ഈ കാര്യങ്ങളൊന്നും കേണൽ സാബിനെ അറിയിക്കരുത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ആ കാര്യം, ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്ന് ആൻഡപ്പൻ അലീനയോട് പറയുന്നുണ്ട്. ഇനി ഒരിക്കലും അറിയാതെ പോലും ഞാൻ ഇങ്ങനൊരു ചതി കേണൽ സാബിനോട് ചെയ്യില്ല എന്ന് ആൻഡപ്പൻ പറയുന്നുണ്ട്. അലീന അപ്പം പറയുന്നുണ്ട്, ശരി, ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഇനി ഒരിക്കലും എൻ്റെ പപ്പയെ നിങ്ങളാരും ചതിക്കരുത്. ഇവിടെ വളർത്തുന്ന പട്ടികൾക്കുള്ളത്ര നന്ദിയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പപ്പയോടൊന്ന് കാണിച്ചുകൂടായിരുന്നു. അങ്ങനെ അവസാനം അലീന അവിടെ ഉണ്ടായ കൃത്രിമങ്ങളും കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി നിൽക്കുകയാണ്. അലീന ഈ ചെയ്തതിൽ ഔദകുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം സ്റ്റാൻലിയുടെ മകൾ ഒരു ചുണക്കുട്ടി എന്നതിലുപരി നന്ദിയുള്ളവളും അതുപോലെ തന്നെ ഒരിക്കലും സ്റ്റാൻലിയെ തല കുനിച്ച് നിർത്താൻ അവൾ സമ്മതിക്കില്ല എന്നും വല്യപ്പച്ചന് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.